കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പാലക്കാട് ജില്ലയിൽ 12 മണ്ഡലങ്ങളാണുള്ളത്. രണ്ടായിരത്തി 11 മുമ്പ് അത് 11 മണ്ഡലങ്ങളായിരുന്നു. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ ഈ 12 മണ്ഡലങ്ങളിലായിട്ട് ഏതാണ്ട് 22,53,000 വരുന്ന വോട്ടർമാരാണ് ഉള്ളത്. ഈ ഓരോ മണ്ഡലങ്ങളെയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തൃത്താല മണ്ഡലം 1967 രൂപീകരിച്ച മണ്ഡലമാണ്. 1967 ആദ്യം സംവരണ മണ്ഡലമായിരുന്നു, പട്ടികജാതി സംവരണ മണ്ഡലമായിരുന്നു. CPMൻ്റെ ET കുഞ്ഞനായിരുന്നു അവിടുന്ന് വിജയിച്ചത്. അതിനുശേഷം തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് തൃത്താലയിൽ വിജയിച്ചത്. 1977 ജനറൽ വിഭാഗമായിട്ട് തൃത്താലയെ മാറ്റുന്നത്. അതിനുശേഷം K. ശങ്കരനാരായണൻ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് K. ശങ്കരനാരായണനാണ് അവിടുന്ന് വിജയിച്ചു വന്നത്. പക്ഷേ 1991 മുതൽ നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി കഴിയുമ്പോൾ കാണാൻ കഴിയുന്നത് 91 മുതൽ ഈ മണ്ഡലം ഇടതുപക്ഷത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന മണ്ഡലമായി മാറുന്നുണ്ട്. അതിനുശേഷമാണ് VK ചന്ദ്രൻ അവിടുന്ന് ജയിക്കുന്നത്, TP കുഞ്ഞുണ്ണി അവിടുന്ന് ജയിക്കുന്നത്. അങ്ങനെ ഒരു തൃത്താല ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന മണ്ഡലമാണ്. 2011 2021 ഇരു മുന്നണികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാണ്ട് 2% മാത്രമാണ്. 2016 UDF VT ബൽറാം അവിടുന്ന് ജയിക്കുന്നത് 11,000 വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. 2021 MB രാജേഷ് അവിടുന്ന് വിജയിക്കുകയാണ്. 2021 MB രാജേഷ് വിജയിക്കുന്നത് 3016 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. BJPക്കും വലിയ കുഴപ്പമില്ലാത്ത ഒരു വോട്ട് ശതമാനം ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് ജില്ലയിലെ തൃത്താല. ഏതാണ്ട് 8% വോട്ട് ലഭിക്കുന്നുണ്ട്. ഇക്കുറിയുള്ള 2026 തെരഞ്ഞെടുപ്പിൽ MB രാജേഷ് തന്നെയാണ് CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ലെഫ്റ്റിന് വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തന രംഗത്ത് എത്തിയിട്ടുള്ളത്. MB രാജേഷ് നേരത്തെ മത്സരിച്ച VT ബാലറാം, കോൺഗ്രസിൻ്റെ VT ബാലറാമിനെ തന്നെ നേരിടുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ MB രാജേഷിന് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ, ഒരു മന്ത്രി എന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വികസനക്ഷേമ പദ്ധതികൾ മണ്ഡലത്തിൽ എത്രമാത്രം ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ നേതൃത്വം വഹിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ MB രാജേഷിന് മണ്ഡലത്തിൽ 2021 ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിച്ച ഒരു അവസരമാണ്. അതുകൊണ്ട് 2021 ഇലക്ഷനിൽ 3000-ഓളം വോട്ടിന് ഭൂരിപക്ഷം ലഭിച്ച MB രാജേഷിന് വേറെ ഒരു അട്ടിമറിയൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു വേവ് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ തൃത്താല മണ്ഡലത്തിൽ വീണ്ടും വിജയിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തൃത്താല എന്ന് പറയുന്നത് രണ്ടുപേർക്കും സാധ്യതയുള്ള മണ്ഡലമാണ്. അല്പം അടിച്ച് ഇടതുപക്ഷത്തിൻ്റെ MB രാജേഷാണ്. പട്ടാമ്പിയാണ് മറ്റൊരു മണ്ഡലം. 1957 രൂപീകരിച്ച മണ്ഡലമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. പട്ടാമ്പിയിൽ നിന്നാണ് EMS നമ്പൂതിരിപ്പാട് 1960-ലും 67-ലും 70-ലും പട്ടാമ്പിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലെഫ്റ്റിൻ്റെ ഘടകകക്ഷിയ CPI ആണ് പട്ടാമ്പിയിൽ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത്. K. ഇസ്മയിൽ വിജയിച്ചിട്ടുണ്ട്. CPIയുടെ മുഹമ്മദ് മൂസിനാണ് നിലവിലുള്ള ജനപ്രതിനിധി. ഈ പറയുന്ന മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജനപ്രതിയായത് CP മുഹമ്മദാണ്, കോൺഗ്രസിന് CP മുഹമ്മദാണ്. 2021 CPIയുടെ മുഹമ്മദ് മോഹസിൻ കോൺഗ്രസിലെ റിയാസ് മുക്കോളിയെ 17,900 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ 2021 നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ച മണ്ഡലമാണ്, CPI വിജയിച്ചൊരു മണ്ഡലമാണ് പട്ടാമ്പി. ഇക്കുറി 2026 മുഹമ്മദ് മോഹസിൻ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇടതുപക്ഷത്തിന് വേണ്ടി. കോൺഗ്രസിന് TP ഷാജിയാണ് അവിടെ മത്സരിക്കുന്നത്. കടുത്ത മത്സരമായിരിക്കും പട്ടാമ്പി. UDF പിടിച്ചെടുക്കുന്ന മണ്ഡലമായിരിക്കും പട്ടാമ്പി എന്ന് UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞകാല വോട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ പട്ടാമ്പി ഇടതുപക്ഷത്തിന് തന്നെ വിജയിച്ചു വരാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക.
പാലക്കാട് ജില്ലയിലെ മറ്റൊരു മണ്ഡലം ഷൊർണൂറാണ്. ഷൊർണൂർ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് 2011 മുതലാണ്. നേരത്തെ ശ്രീകൃഷ്ണപുരം മണ്ഡലം റദ്ദാക്കിക്കൊണ്ടാണ് ഷൊർണൂർ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. 2011 മുമ്പ് ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിൻ്റെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഷൊർണൂർ മണ്ഡലം രൂപീകരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം വളരെ ഇടതുപക്ഷത്തിന് CPM-ന് ഏറ്റവും ആധിപത്യമുള്ള ഒരു മേഖലയായിരുന്നു. സർക്കാർ ജീവനക്കാരുടെ അനിഷേധ്യ നേതാവായി ഇ പത്മനാഭനും അതുപോലെ CPM-ൻ്റെ ഗിരിജ സുരേന്ദ്രനും KS സലീഖയും ഒക്കെ വിജയിച്ച മണ്ഡലമാണ് ശ്രീകൃഷ്ണപുരം. 2011 ഷൊർണൂർ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നു. 2021 ഷൊർണൂർ വിജയിച്ചത് മമ്മിക്കുട്ടിയാണ്. 36,000 എന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മമ്മിക്കുട്ടി അവിടെ വിജയിച്ചത്. 2026 ഷൊർണൂരിൽ മമ്മിക്കുട്ടി തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നത് LDF-ന് വേണ്ടിയിട്ട്. ഷൊർണൂരിൽ വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പാലക്കാട് ജില്ലയിലെ ഏറ്റവും ശക്തമായ ഒരു വേരോട്ടമുള്ള ഒരു പ്രദേശമായിട്ടാണ് ഇടതുപക്ഷം ഷൊർണൂരിനെ കാണുന്നത്. മറ്റൊരു മണ്ഡലം ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലം മണ്ഡലം രൂപീകരിച്ചത് 1957 ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തവണ ജനപ്രതിയായത് VC കബീറാണ്. കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് എസിൻ്റെയും ഒക്കെ നേതാവായിട്ട് മാറിയിട്ടുള്ള VC കബീറാണ് ഏറ്റവും കൂടുതൽ തവണ അവിടെ വിജയിച്ചത്. ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒറ്റപ്പാലം മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. 2011 ശേഷം അതിലെ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് 2011 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലെഫ്റ്റിന് വലിയ സ്വാധീനമുള്ള മേൽക്കൈയുള്ള ഒരു മണ്ഡലമായി ഒറ്റപ്പാലം മാറുന്നതാണ്. ആദ്യകാലങ്ങളിലൊക്കെ കോൺഗ്രസിന് ആഭിമുഖ്യമുള്ള മണ്ഡലത്തിൽ പെട്ടതായിരുന്നു ഒറ്റപ്പാലം. ഈ 2011 ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് 15% വോട്ടിൻ്റെ വ്യത്യാസമാണ് LDF-ന് UDF-നേക്കാൾ അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെ CPM അല്ലെങ്കിൽ ലെഫ്റ്റ് ജയിക്കുന്ന ഒരു ഉറച്ച മണ്ഡലമായിട്ട് ഒറ്റപ്പാലത്തെ പരിഗണിക്കാൻ കഴിയും. 2021 തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ K പ്രേംകുമാറാണ് 15,000 വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിലെ P സരിനെ, പിൻകാലത്ത് CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറിയ P സരിനെ പരാജയപ്പെടുത്തിയത്. ഒറ്റപ്പാലത്ത് മണ്ഡലത്തിലും അതുപോലെ പാലക്കാട് ജില്ലയിൽ ഒരു മോശമല്ലാത്ത രൂപത്തിലുള്ള 15% വോട്ട് ലഭിക്കുന്ന ഒരു BJPക്ക് ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് ഒറ്റപ്പാലം. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ പ്രേംകുമാറിനെ തന്നെ CPM ഒറ്റപ്പാലത്ത് രംഗത്തിറക്കിയിരിക്കുകയാണ്. ഈ 2026 തെരഞ്ഞെടുപ്പിൽ വാർത്താ പ്രാധാന്യം വന്നിരിക്കുന്നത് ഷൊർണൂരിൽ നേരത്തെ MLA ആയിരുന്ന CPM-ൻ്റെ MLA ആയിരുന്ന PK ശശിയാണ്. പാലക്കാട് ജില്ലയിലും ഇതുപോലെ CPM-മായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിച്ചൊരു വ്യക്തി എന്ന രൂപത്തിൽ ഇതിൽ നിന്ന് പുറത്തു പോവുകയും UDF-ൻ്റെ ക്യാമ്പിലേക്ക് എത്തുകയും അങ്ങനെ UDF ഒറ്റപ്പാലത്ത് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയായി PK ശശി മാറുകയാണ്. PK ശശിക്ക് അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ഷൊർണൂർ MLA ആയിരുന്നു PK ശശി നേരത്തെ. PK ശശി ഒറ്റപ്പാലത്ത് സ്വാധീനം ഉണ്ടാക്കിയിട്ട് ജയിച്ചു വരാൻ പറ്റുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കണ്ണൂർ മണ്ഡലം പോലെ, കണ്ണൂരിലെ ഒരു ജില്ല പോലെ പാലക്കാട് ജില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കും വലിയ അടിത്തറയുള്ളൊരു മണ്ണായതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരു വിരുദ്ധനെ എതിർപക്ഷത്ത് സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ കൂട്ടായി ഇതിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ വേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ PK ശശി അവിടെ വലിയ അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ പോകുന്നില്ല. K പ്രേംകുമാർ നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന 15,000 വരുന്ന ഭൂരിപക്ഷം അത് നിലനിർത്തുക, അതിൽ കൂടുതൽ നേടിയെടുക്കുകയോ ചെയ്യുന്ന അവസ്ഥയായിരിക്കും 2026 ഒറ്റപ്പാലത്ത് കാണാൻ കഴിയുക. കോങ്ങാട് മണ്ഡലം ആണ് മറ്റൊന്ന്. അത് പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്തതാണ്. 2011 ആണ് അത് രൂപീകരിച്ചത്. 3 തെരഞ്ഞെടുപ്പിലും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് CPM വിജയിച്ചത്. ആദ്യം 2011 16 K വിജയദാസ് ആയിരുന്നു CPM-ൻ്റെ MLA. പിന്നീട് 2021 K ശാന്തകുമാരി അവിടെ വിജയിക്കുന്നു. UDF-ലെ UC രാമനെ, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ UC രാമനെയാണ് പരാജയപ്പെടുത്തുന്നത്. 27,000 വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കോങ്ങാട് ശാന്തകുമാരി ജയിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിലും ശാന്തകുമാരി തന്നെയാണ് CPM-ൻ്റെ LDF-ൻ്റെ സ്ഥാനാർത്ഥി. അവിടെ ഒരു പ്രാധാന്യമുള്ളത് K തുളസിയാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത്. തുളസി സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന് അവിടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. UDF-ന് മണ്ഡലത്തിൽ അത്ര ജനസ്വാധീനമുണ്ട് എന്നുള്ള രൂപത്തിലാണ് UDF-ൻ്റെ ഒരു പ്രതീക്ഷ കിടക്കുന്നത്. പക്ഷേ ശാന്തകുമാരിയെ, നിലവിലുള്ള ജനപ്രതിയായ ശാന്തകുമാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു അട്ടിമറി വിജയം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം എളുപ്പമല്ല കോങ്ങാട്. കാരണം കോങ്ങാട് എന്ന് പറയുന്ന മണ്ഡലം CPM-ൻ്റെ ലെഫ്റ്റിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്.
മറ്റൊരു മണ്ഡലം മണ്ണാർക്കാടാണ്. 1957 മുതൽ രൂപീകരിച്ച മണ്ഡലമാണെങ്കിലും ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ രണ്ട് വിഭാഗം ആൾക്കാരും CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലമാണ്. പക്ഷേ സമീപകാലങ്ങളിൽ ഡീലിമിറ്റേഷന് ശേഷം മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു, പ്രദേശങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2011 ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് മണ്ണാർക്കാട് മണ്ഡലം UDFിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു മണ്ഡലമായി മാറുകയാണ്. കാരണം 2015 ശേഷം അവിടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കുറച്ച് സ്വാധീനമുള്ള മേഖലകൾ കൂടി വന്നതുകൊണ്ട് 2015 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 3 തെരഞ്ഞെടുപ്പും 11-ലായാലും 16-ലായാലും 21-ലായാലും UDF ആണ് അവിടെ വിജയിക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി N ഷംസുദ്ദീനാണ് അവിടുന്ന് ജയിച്ചു വന്നത്. CPIയുടെ KP സുരേഷ് രാജിനെയാണ് 2021 5870 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുന്നത്. നമ്മൾ നോക്കിക്കാണേണ്ടത് ഷംസുദ്ദീൻ്റെ ഭൂരിപക്ഷം ക്രമേണ കുറയുന്നതായിട്ട് കാണാൻ പറ്റും 2011 തൊട്ടിട്ട്. 2021 ഈ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറഞ്ഞു വരികയും ആ ഒരു അനുകൂല സാഹചര്യം ഇടതുപക്ഷത്തിന് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വിജയിച്ചു വരാൻ പറ്റുന്നൊരു മണ്ഡലമായിട്ടാണ് മണ്ണാർക്കാടിനെ ഇടതുപക്ഷം പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രദേശത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അബൂബക്കർ മൻസിൽ എന്ന് പറയുന്ന ഒരാളെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. N ഷംസുദ്ദീന് എതിരായിട്ടുള്ള ഒരു ജനവികാരം അവിടെ ഉണ്ട് എന്ന് ഇടതുപക്ഷം വിചാരിക്കുന്നു. N ഷംസുദ്ദീനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് അബൂബക്കർ മൻസിൽ എന്ന് CPI പരിഗണിച്ചുകൊണ്ട് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഷംസുദ്ദീന് വളരെ ശക്തമായിട്ടുള്ള ജനപിന്തുണ ഉണ്ട്. കാരണം കഴിഞ്ഞ 3 തവണ അവിടുത്തെ ജനപ്രതിനിധിയാണ്. ആകെയുള്ള ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഷംസുദ്ദീനെതിരായിട്ട് പ്രാദേശികമായിട്ടുള്ള വികാരം ഐക്യ മുന്നണിയിൽ തന്നെ മുസ്ലിം ലീഗിൽ തന്നെ ഉടലെടുത്ത് വന്നു എന്നുള്ളത് മാത്രമാണ്. അതിനെ മറികടന്നുകൊണ്ട് വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഷംസുദ്ദീനും UDFും ഉള്ളത്. മറ്റൊരു മണ്ഡലം മലമ്പുഴയാണ്. 1967 മുമ്പ് എലപ്പുള്ളി എന്നറിയപ്പെടുന്ന മണ്ഡലമാണ് പിന്നീട് മലമ്പുഴയായി മാറുന്നത്. രൂപീകരണം മുതൽ ഇന്നേ വരെ CPM സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിജയിച്ച മണ്ഡലങ്ങളാണ്. EK നായനാർ വിജയിച്ചിട്ടുണ്ട്, VS അച്യുതാനന്ദൻ വിജയിച്ചിട്ടുണ്ട്, PV കുഞ്ഞിക്കണ്ണൻ വിജയിച്ചിട്ടുണ്ട്, MP കുഞ്ഞിരാമൻ വിജയിച്ചിട്ടുണ്ട്, ശിവദാസ മേനോൻ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ മലമ്പുഴ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വേരോട്ടമുള്ള ഉറപ്പായും വിജയിക്കുന്നൊരു മണ്ഡലമായിട്ടാണ് ഇടതുപക്ഷം കരുതുന്നത്. അങ്ങനെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലാണ് പ്രഭാകരൻ പുതിയ സ്ഥാനാർത്ഥി A പ്രഭാകരൻ വരുന്നത്. 25,000 വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പ്രഭാകരൻ അവിടെ വിജയിക്കുന്നത്. ഇവിടെ കാണേണ്ട ഇത് മലമ്പുഴയിൽ 2ാം സ്ഥാനത്തെത്തിയത് BJP ആണ്. ശ്രീ കൃഷ്ണകുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഏതാണ്ട് 50,200ഓളം വോട്ട് നേടിക്കൊണ്ട് 2ാം സ്ഥാനത്ത് വരുന്നത്. 3ാം സ്ഥാനത്താണ് UDFിൻ്റെ SK അനന്തകൃഷ്ണൻ ഉണ്ടായത്. അതുകൊണ്ട് മലമ്പുഴ മണ്ഡലത്തിൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ച ഒരു മണ്ഡലം എന്ന രൂപത്തിൽ മലമ്പുഴക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള വേരോട്ടമുള്ള മണ്ഡലം എന്ന രൂപത്തിൽ A പ്രഭാകരനെ തന്നെ വീണ്ടും രംഗത്തിറക്കിക്കൊണ്ട് CPM മണ്ഡലം നിലനിർത്തും എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കാണേണ്ടത് UDFിന് വളരെ ശക്തി കുറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും 2021 വോട്ട് കണക്കെടുത്തു കഴിഞ്ഞാൽ സ്വാധീനം കുറഞ്ഞ സ്ഥലത്ത് UDF അവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ്. CPMുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു വളരെ അങ്ങനെ രാഷ്ട്രീയ മേഖലയിലൊന്നും ഒട്ടും അറിയാത്ത VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ സ്റ്റാഫ് ആയിട്ടുള്ള ഒരാളെ അദ്ദേഹത്തിന് വലിയ ജനസ്വാധീനമുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ A സുരേഷിനെ UDF സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായും BJPക്ക് ഗുണമുണ്ടാകുമെന്നല്ലാതെ UDFിന് അതിനകത്ത് അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ A പ്രഭാകരൻ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ മലമ്പുഴയിൽ വിജയിച്ചു വരാനാണ് സാധ്യത. മറ്റൊരു മണ്ഡലം പാലക്കാടാണ്. പാലക്കാട് മണ്ഡലം പൊതുവേ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ സ്വാധീനമുള്ള ഒരു നഗരപ്രദേശമാണ്. മലമ്പുഴയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മണ്ഡലമാണെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് സ്വഭാവം വിളിച്ചു പുലർത്തുന്ന മണ്ഡലമാണ് പാലക്കാട്. പാലക്കാടിൻ്റെ CM സുന്ദരം എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവിലെ കൂടിയാണ് പാലക്കാട് കോൺഗ്രസ് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നത്. CM സുന്ദരം ആദ്യം സ്വതന്ത്രനായിട്ടാണ് പാലക്കാട് മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് കോൺഗ്രസിലേക്ക് എത്തുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുകയും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായി മാറുകയും ചെയ്തു. CPM അവിടെ ആകെ വിജയിച്ചത് 2 പ്രാവശ്യമാണ്. അവിടെ TK നൗഷാദിലെ കൂടി 1996-ലും 2006-ൽ KK ദിവാകരനിലെ കൂടി.
ഈ 2 പ്രാവശ്യം ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. പക്ഷേ പാലക്കാട് മണ്ഡലത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇന്ന് അത് ഒരു CPM-നും കോൺഗ്രസിനും BJPക്കും ഏതാണ്ട് തുല്യ നിലയിലുള്ള വോട്ടുകളുള്ള ഒരു മണ്ഡലമായിട്ട് പാലക്കാട് മാറുന്നു എന്നുള്ളതാണ്. 2011 മുതൽ 2021 വരെ 3 തെരഞ്ഞെടുപ്പുകളിലും വിജയത്തിൽ കോൺഗ്രസിലെ ഷാഫി പറമ്പിലായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം ആദ്യം 7400 വോട്ടിനോട്ടാണ്. 2011 7400 വോട്ട് കിട്ടി. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് 2016 17,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. പക്ഷേ 2021 നമുക്ക് കണ്ടത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 3800 കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ 3 പ്രാവശ്യം മത്സരിച്ചപ്പോൾ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് അതിൻ്റെ ഭൂരിപക്ഷം കുറയുകയാണ്. പിന്നീട് ആണ് ഒരു ബൈ ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ ലോക്സഭാ അംഗമാകുമ്പോൾ ബൈ ഇലക്ഷൻ വരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും രാഷ്ട്രീയപരമായിട്ട് വലിയ ചോദ്യമായിട്ട് UDFന് പാലക്കാട് മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും BJPയുടെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ്. മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാതിരുന്ന ഒരു സാംസ്കാരിക ചലച്ചിത്ര നടൻ എന്ന രൂപത്തിൽ, ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന രൂപത്തിൽ രമേശ് പിഷാരടി അവിടെ എത്രമാത്രം രാഷ്ട്രീയപരമായിട്ട് ഇടപെടാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ വരികയാണ്. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ BJPയുടെ വളരെ സജീവ പ്രവർത്തകയായിട്ടുള്ള നേതാവായിട്ടുള്ള ഒരു ആളാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മണ്ഡലത്തിലുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി NMR റസാഖ്, അവിടുത്തെ ഒരു വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി ഇടപെടുന്ന ഒരാൾ രംഗത്ത് വരുന്നത്. ഈ 3 സ്ഥാനാർത്ഥികളും, അതായത് രമേശ് പിഷാരടിയും NMR റസാഖും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള കടുത്ത മത്സരമായിരിക്കും പാലക്കാട് ഉണ്ടാവുക. അതുകൊണ്ട് 3 പേർക്കും സാധ്യതകൾ ഒരേപോലെയുള്ളൊരു മണ്ഡലമായിട്ട് നമുക്ക് പാലക്കാടിനെ കാണാൻ പറ്റും. തരൂർ മണ്ഡലം അത് പട്ടികജാതി മണ്ഡലമാണ്. തരൂർ രൂപീകരണം മുതൽ CPM മാത്രം വിജയിച്ച മണ്ഡലമാണ്. 2011 AK ബാലൻ വിജയിക്കുന്നു. 2016 അദ്ദേഹം വിജയിക്കുന്നു. 2021 PP സുമോദാണ് CPM സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് വിജയിക്കുന്നത്. സുമോദ് വിജയിച്ചത് 24,000 വരുന്ന ഭൂരിപക്ഷത്തിനാണ്. അതുകൊണ്ട് തന്നെ തരൂർ മണ്ഡലത്തിലും ഇടതുപക്ഷത്തിനും CPM-ന് ഏതാണ്ട് 20,000-ന് മേലെ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു മണ്ഡലമാണ്. BJPക്ക് 14% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. UDFനാണെങ്കിൽ 32% വോട്ടുമാണ്. ഇവിടെ 2026 തെരഞ്ഞെടുപ്പിൽ PP സുമോദ് തന്നെയാണ് CPM സ്ഥാനാർത്ഥിയായി വരുന്നത്. കോൺഗ്രസിൻ്റെ KC സുബ്രഹ്മണ്യൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സുരേഷ് ബാബു അവിടെ രംഗത്ത് വന്നത്. അതുകൊണ്ട് ഈ തരൂർ മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ വോട്ട് നില പരിശോധിച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വലിയ വോട്ട് ഉള്ള ഒരു മണ്ഡലം എന്ന രൂപത്തിൽ ഇടതുപക്ഷം തന്നെ ആ മണ്ഡലം നിലനിർത്താനാണ് ഏറെ സാധ്യത. ചിറ്റൂർ മണ്ഡലം 1957 രൂപീകരിച്ചതാണ്. 1957 ചിറ്റൂർ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അവിടെ ഇടതുപക്ഷ പാർട്ടികൾക്കാണ് കൂടുതൽ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും കോൺഗ്രസിലെ K അച്യുതൻ 3 തവണ തുടർച്ചയായിട്ട് അവിടെ 1996 തൊട്ട് 2011 വരെ 3 തവണ അവിടെ വിജയിച്ചിട്ടുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത് K അച്യുതനിലെ കൂടിയാണ്. 2014 2021 LDFന് അനുകൂലമായിട്ട് തന്നെയാണ് മണ്ഡലം വിധി എഴുതിയത്. 2021 ജനതാദള സ്ഥാനാർത്ഥിയായ K കൃഷ്ണൻകുട്ടി സുമേഷ് അച്യുതൻ എന്ന് പറയുന്നത് നേരത്തെ അവിടെ നിന്ന് 3 പ്രാവശ്യം വിജയിച്ച K അച്യുതൻ്റെ മകനാണ്. സുമേഷ് അച്യുതനെ 33,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തുന്നത്. ഇക്കുറി 2026 തെരഞ്ഞെടുപ്പിൽ കൃഷ്ണൻകുട്ടി സ്വയം രാഷ്ട്രീയ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയും പുതുതായിട്ട് ജനതാദളിൻ്റെ പുതിയ സ്ഥാനാർത്ഥിയായിട്ട് മുരുകദാസ് അവിടെ രംഗത്ത് വരികയും സുമേഷ് അച്യുതൻ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയാണ്. ചിറ്റൂർ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സ്ഥാനാർത്ഥിയായ മുരുകദാസ് അവിടെ വിജയിച്ചു വരും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഇടതുപക്ഷ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. പക്ഷേ അച്യുതൻ ഉണ്ടാക്കിയ K അച്യുതൻ്റെ മകൻ എന്ന രൂപത്തിലുള്ള സ്വാധീനം, കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി എന്നുള്ള പ്രവർത്തന പാരമ്പര്യം, ഇതൊക്കെ വെച്ചുകൊണ്ട് സുമേഷ് അച്യുതൻ ചിറ്റൂരിൽ വല്ല അട്ടിമറി വിജയം നേടുമോ എന്നാണ് UDF പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത്. നെന്മാറ മണ്ഡലം, നെന്മാറ 2011 രൂപീകരിച്ചത്. 3 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ വിജയിച്ചത്
CPM ആണ്. ഇതിൽ 2011 തെരഞ്ഞെടുപ്പ് പ്രത്യേകത അന്നാണ് CMBയുടെ MV രാഘവൻ നെന്മാറയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നത്. MV രാഘവൻ അവിടെ പരാജയപ്പെടുകയാണ്. ആ പരാജയപ്പെടലോടുകൂടിയാണ് MV രാഘവൻ കേരളത്തിലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. 2014 കെ ബാബു AV ഗോപിനാഥിനെ 7400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുന്നു. 2021 കെ ബാബു തന്നെ അവിടെ CN വിജയകൃഷ്ണനെ പരാജയപ്പെടുത്തുന്നു. 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുന്നു. 2026 പുതിയ സ്ഥാനാർത്ഥിയാണ് ലെഫ്റ്റിന് വേണ്ടി വന്നിരിക്കുന്നത്, കെ പ്രേമൻ. അതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി A തങ്കപ്പനുണ്ട്. നെന്മാറ മണ്ഡലം കഴിഞ്ഞകാല വോട്ടുകളുടെ ഒരു രീതി പരിശോധിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിന് സുഖമായി ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ടാണ് നെന്മാറ കാണുന്നത്. അതിൽ മാറ്റങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ആലത്തൂർ മണ്ഡലം 1957 രൂപീകരിച്ചാണ്. 1991 AV ഗോപിനാഥ് ജയിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലാ സമയത്തും ലെഫ്റ്റ് മാത്രം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ CPM സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലമാണ്. 2021 KD പ്രസേനനാണ് അവിടുത്തെ MLA. UDFിലെ പാളയം പ്രദീപിനെ 34,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുന്ന് പരാജയപ്പെടുത്തിയത്. 2026 പുതിയ സ്ഥാനാർത്ഥി അവിടെ രംഗത്ത് വന്നിരിക്കുകയാണ് CPMന് വേണ്ടി TM ശശി. കോൺഗ്രസിന് വേണ്ടി KM ഫെബിനുമാണ്. ഇവരുടെ മത്സരമാണ്. ആലത്തൂരിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം വിലയിരുത്തി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമാണ്. ഈ ആദ്യ മുഖ്യമന്ത്രി EMS അവസാനമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് 1977 ആലത്തൂർ വെച്ചാണ്. അപ്പോൾ ആലത്തൂർ എന്ന് പറയുന്നത് ഏറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിന് ജയിച്ചു വരാൻ പറ്റുന്ന മണ്ഡലമായിട്ടാണ് ആലത്തൂരിനെ പരിഗണിക്കുന്നത്. 2021 ഇലക്ഷനിൽ പാലക്കാട് ജില്ലയിൽ 12 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങൾ LDFും 2 മണ്ഡലം UDFും വിജയിച്ച അവസ്ഥയുണ്ടായിരുന്നത്. 2026 ഈ രണ്ടിൽ നിന്ന് എത്രമാത്രം കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് UDF അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പാലക്കാടിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, കേരള സർക്കാരിൻ്റെ വികസന ക്ഷേമ പദ്ധതികൾ വിലയിരുത്തി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും പാലക്കാട് ജില്ലയിൽ സംഭവിക്കാൻ സാധ്യതയില്ല. UDFിന് ഏറ്റവും അനുകൂലമായ കാലഘട്ടത്തിൽ പോലും പാലക്കാടിൽ നിന്ന് മെജോറിറ്റി സീറ്റുകളും LDFിന് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിൽ 140 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളെ പാലക്കാടിൽ നിന്ന് എത്രമാത്രം കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യത്തെ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ UDFിന് ലഭിക്കും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്.